हाँ भैया, मैं तुमको बोलता है ना, वो रूम का सामने वाला उसमें पूरा शीट लगाओ, उधर से पूरा पट्टा मार कर रेडी करो। मैं अभी घर में, मैं जल्दी आएगा, मैं थोड़ा चाय पिएगा, जल्दी आएगा। तुम उधर काम करो, ठीक है? വായിലും തുറന്നിട്ട് ഇത്തോ ആ ആദ്യം ഇനിയിപ്പോ വന്നേ എന്റെ മാമന്റെ മോനെ ഇനി മാമനോട് പറയാണ്ട് വന്നേ, ഇത് നിങ്ങള് പറയാണ്ട് വന്നേ. ഒന്നുമില്ല, ഞാള് പിന്നെ വെറുതെ ഇങ്ങോട്ടെല്ലാം വരാം. ദിനീഷ് പണിക്കുക ജിത്തി കണ്ടിക്ക് നിങ്ങള് കണ്ടിന്, പക്ഷെ ഓളൊന്നും പറഞ്ഞില്ല, ഓളങ്ങ് കയറിപ്പോയി. ചായ കുടിച്ചു നിങ്ങള്? ഇല്ല. അമ്മനെ വിളിച്ചിക്ക? ആ അമ്മനെ വിളിച്ചിന്, അമ്മ ഉച്ചപ്പണിക്ക് പോയിനാ, കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോളം വിളിച്ചിട്ട് നീ എന്താ മാമനോട് പറയാണ്ട് വന്ന? മാമനൊന്നും വാങ്ങിക്കില്ലല്ലോ. ഫോണിൽ തന്നെയല്ലേ ഫുള്ള്? ഫുൾ ടൈം ഫോണ്. ഞാൻ നോള് വിളിച്ചിട്ട് അത് ഞാൻ അതിന് വന്നിട്ടില്ല. അത് പിന്നെ ചായ കൊടുക്കണ്ട, പിന്നെ മേലെ വായിക്കുന്നുണ്ട്. പിന്നെ ചായ കൊടുക്കാൻ ഇതാരാ? അംബാനിന്റെ മോളങ്ങാനല്ലേ വന്നേ? അതെന്റെ പെങ്ങളുള്ളോള്. പെങ്ങക്കെന്താ, ഞാൻ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അങ്ങ് എടുത്ത് കുടിക്കാൻ എന്താ കൈയും കാലൊന്നുമില്ല? അത് നമ്മളെ പുരയിൽ വന്ന് നമ്മൾ എടുത്തു കൊടുക്കണ്ട. ഓൾ അങ്ങ് വരുന്നല്ലേ, നമ്മളെ ഞാൻ കാണുന്നില്ല, എന്നെ അമ്മനെ കാണുന്നില്ലോ. നിങ്ങൾ അങ്ങ് എടുത്തു കൊടുക്ക്, നിങ്ങളെ കാണാൻ വരുന്നാണെങ്കിൽ. ഈ മാതിരി സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. പോവായിരുന്നു. അപ്പൊ പെങ്ങളെ കണ്ടപ്പോഴത്തേക്കും പെങ്ങൾക്ക് ചായ കൊടുക്കാത്തപ്പോഴത്തേക്കും അങ്ങോട്ട് ഇളകുന്നു. അവക്കെന്നാ ചായ ഇല്ലേ? ഇങ്ങോട്ട് പാർത്താൻ പറ്റിയ അത് ശരി. വെറുതെ കുഞ്ഞിനെ പറഞ്ഞ ഇഞ്ഞല്ല 24 ഫോണ് തീർത്ത് എടുത്ത് ഓൻ്റെ അടുത്ത് കൊടുക്കുന്ന അത് കണ്ടത് ഇത് കണ്ടെന്ന് മതി. നിക്കണെങ്കില് ഫോണ് കൊടുക്കണം. പിന്നെ ഓക്കെന്തോ തലവേദന, എന്താ കുറച്ച് ഞാൻ കിടക്കട്ടെ എന്നോ. ഓളെ തലവേദനന്റെ കാരണം എനക്കറിയാം, എന്നെ കണ്ട തലവേദന അല്ലേ. ഞാൻ എന്താക്കുവാനാടോ വീല്ലേ ബാബേ? എനിക്ക് പിങ്ങളെ അമ്മേനെയും കാണണ്ടേ, നിങ്ങൾ കണ്ടിട്ടല്ലേ ഞാൻ വരുന്നത്. ഓള് എന്തായാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും നിങ്ങളെ അമ്മേനെയും കാണാൻ എടുക്കുന്നത്. എനക്കൊരു കുഴപ്പമില്ല, ഓളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓളൊന്നും പറയാനൊന്നും നിൽക്കണ്ട കേട്ടാ. ഞാൻ പോയിട്ട് അടുത്ത് പ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇരിക്കേ, ഞാൻ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വരാം. തക്കോട് വീഴുന്നോ മാമൻ? അപ്പം ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കേ. കപ്പ വേണ? ഇനി ഫോൺ അവിടെ വെച്ചാണ്. തക്കൂടി ഇരുന്നാ പിന്നെ ഇങ്ങള് വരുമ്പോ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാ കാര്യം ഇവിടുത്തെ കാര്യം എല്ലാം ഇവിടെ എല്ലാം ചെയ്യും, എടുക്കെല്ലാം ചെയ്യും. പക്ഷെ എന്നാ ഞാനതല്ലേ എന്തെന്നാ ഇഞ്ഞ നിങ്ങൾ ആരും പറഞ്ഞു കൊടുത്തിട്ട് എന്തെന്നാ ആർക്കറിയാം. എനക്കൊരു കുഴപ്പമില്ല. എല്ലാ ചോറും കറിയും എല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി വരുമ്പോ ഇഷ്ടപ്പെടുന്നില്ല. അത് സാരേ, എനക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. ചോറ് വേണം, എനിക്ക് ചോറ് വായിക്കേ. വേണ്ട, ഇത് ഇന്നലെ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ നമ്മള് ഫാമിലി ടൂർ ആണെന്ന് പറഞ്ഞിട്ടില്ല, മറ്റേ ഇട്ടാണ്ടിക്ക അസൂയാന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നമുക്ക് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു പോണേ. എന്താ പറയേ ഇല്ലല്ലോ, പോരാ വാജിത്ത് ഇരിക്കുവാ, കഴിക്കാലോ. എനിക്ക് വേണ്ട, ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചതാ, നിങ്ങള് കഴിച്ചാ മതി. നല്ല തമാശയും ഇതെല്ലാം ആണല്ലോ, ഭയങ്കര വർത്താനത്തിലാണല്ലോ. അല്ലടോ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന വെച്ചിട്ട് ഒന്നും വർത്താനം പറയാൻ എടുക്കാനും പറ്റൂല. ചോദ്യം കേട്ടായിരിക്കും ഞാൻ മിണ്ടാവൃത എടുത്തിട്ട് ഭക്ഷണം കഴിക്കണമെന്ന്. നല്ല മോശ. നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക് മച്ചാറിൽ. എനിക്ക് മാണേ വാ വന്നിരിക്കേ, ഒരുമിച്ച് കഴിക്കാലോ. അയ്യോ, എനിക്കൊന്നും വേണ്ടേ, ഞാൻ തന്നെ ഉണ്ടാക്കിയ കപ്പയല്ലേ, അപ്പൊ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ചിലവരിവിടെ വയറ് വാടകയ്ക്കെല്ലാം എടുത്തിട്ട് വന്നേക്കുന്നതാ അങ്ങനൊന്നും കഴിക്കാൻ. എല്ലാരും വയറ് നിറച്ച് കഴിക്കും, ഞാൻ പോട്ടെ. ജിത്തോ, എന്റെ കുറച്ച് അതിര് കിടക്കുന്നുണ്ട്, വർത്താനം നിർത്തിക്ക, അതായിരിക്കും നല്ല കേട്ടാ. മതിയേട്ടാ, നിർത്തിക്ക. അത് എന്തിനാ അങ്ങോട്ടേലും ഇങ്ങോട്ടുള്ളവരെല്ലാം കേൾപ്പിക്കുന്നേ? എനക്കൊരു പ്രശ്നവും ഇല്ല, ഉളങ്ങ് മരണോട്ടെ.